നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളും അതുപോലെ പ്രൈവറ്റ് കമ്പനികളും ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാം പ്രധാന കാരണം പ്രതിരോധ മേഖലയിൽ ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആത്മനിർഭർ എന്ന പദ്ധതി നിമിത്തമാണ്. നൂറുകണക്കിന് പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ മേഖലയിലെ അത്യാധുനിക ആയുധങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും അതുപോലെ അവർ കണ്ടുപിടിച്ച ആയുധങ്ങളുടെ മാനുഫാക്ചറിങ് നടത്താനും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ആഗോള കയറ്റുമതി ഇതിനോടകം തന്നെ 38,000 കോടി കടന്നിരിക്കുകയാണ്. ടാറ്റ, L&T, ഭാരത് ഫോർജ് എന്നീ സ്വകാര്യ കമ്പനികളും അതുപോലെ ഒട്ടനവധി സ്റ്റാർട്ടപ്പ് കമ്പനികളും അത്യാധുനിക ആയുധ നിർമ്മാണങ്ങളിലും അതുപോലെ ഡ്രോൺ നിർമ്മാണങ്ങളിലും ഇതിനോടകം തന്നെ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പല പ്രൈവറ്റ് ഡിഫൻസ് കമ്പനികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്വാൻസ് ആയുധങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ കയറ്റുമതി ചെയ്ത് ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ കമ്പനികൾ 80ഓളം ലോകരാജ്യങ്ങളിൽ അവർക്ക് വേണ്ടുന്ന അത്യാധുനിക ആയുധങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പരിപൂർണ സഹകരണം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് തുടർച്ചയായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ പ്രതിരോധ മേഖലയിൽ പ്രവേശിക്കാൻ അണിയറയിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.